ഹലോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആയിട്ട് സൺഡേ എൻജോയ് ചെയ്യുമ്പോഴത്തേക്കും എനിക്കിന്ന് നല്ല തല തിരിഞ്ഞൊരു ദിവസമായിരുന്നു കേട്ടോ. തല തിരിഞ്ഞ ദിവസം എന്നല്ല, ഞാൻ ആകെ മൊത്തം തല തിരിഞ്ഞ ഒരവസ്ഥയായിരുന്നു. എൻ്റെ കിളിയൊക്കെ എങ്ങോട്ടോ പറന്നു പോയൊരവസ്ഥയായിരുന്നു കേട്ടോ. എന്താണെങ്കിലും സൺഡേ അല്ലേ, ഇന്ന് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഞാൻ തപ്പി നടന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നൊരു ഐറ്റമാണ് പല സ്ഥലങ്ങളിൽ പല പേരിൽ വിളിക്കുന്നത് നമ്മുടെ ഷീമച്ചക്ക, അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ കടപ്ലാൻ ചക്ക എന്ന് വിളിക്കുന്ന ഐറ്റം. ഇവനായിരുന്നു ഇന്നത്തെ താരം. ഇവർ രണ്ടുപേരും ഫ്രണ്ട്സാണ് കേട്ടോ. നാട്ടിൽ നിന്ന് ഒന്നിച്ചിങ്ങി പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ കടയിൽ നിന്ന് ഞാൻ ഇവർ രണ്ടുപേരും ഒന്നിച്ചിങ്ങി എടുത്തുകൊണ്ട് പോകും. അപ്പം ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ് കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ക്ലീനിങ് പരിപാടി എന്ന് പറയുമ്പോൾ സാധാരണ ഞാൻ എല്ലാ സൺഡേയും ചെയ്യുന്നതിനാണ്. സൺഡേ സാധാരണ എല്ലാ കുക്കിങ്ങും കഴിഞ്ഞതിന് ശേഷമാണ് ക്ലീനിങ് പരിപാടിയിലോട്ട് കിടക്കുന്നത്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇന്ന് എനിക്ക് തല തിരിഞ്ഞൊരു ദിവസമായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് വിചാരിച്ചു, ഓക്കെ ഫുഡൊക്കെ ലാസ്റ്റ് ഉണ്ടാക്കാം, ആദ്യം ക്ലീനിങ് പരിപാടിയൊക്കെ കഴിയട്ടെ, അതിനുശേഷം നമ്മൾ കുളിച്ചൊക്കെ കഴിഞ്ഞ് നല്ല ഫ്രഷായിട്ട് നല്ല ചൂടോടെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാം എന്ന ധാരണയിലാണ് ഞാൻ ക്ലീനിങ് പരിപാടിയിലോട്ട് എൻ്റർ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ എത്തിയപ്പോഴത്തേക്കും വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. നോക്കിക്കേ, ഈ ചക്കക്കുരുവും അതേപോലെ തന്നെ തേങ്ങാക്കൊത്തും എല്ലാം കൂടി ഇട്ട് ഒരു തട്ടിക്കൂട്ട് കറി. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് എന്നൊരു ഐഡിയ ഇല്ല. ആദ്യം വിചാരിച്ചത് മെഴുക്കോറ്റ ഉണ്ടാക്കാമെന്ന്, പിന്നെ വിചാരിച്ചു തോരൻ ഉണ്ടാക്കാമെന്ന്, പിന്നെ വിചാരിച്ചു തീയലുണ്ടാക്കാമെന്ന്. ഇപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ നടുക്ക് വരുന്നൊരു കറിയാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ചിക്കൻ കറിയുടെ ടേസ്റ്റൊക്കെ വരുന്ന ഒരു അടിപൊളി റോസ്റ്റ് ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു ലാസ്റ്റ്. ഇടയ്ക്ക് ഹസ്ബൻഡിൻ്റെ വക ഒരു കമൻറ്റും ഉണ്ടായിരുന്നു, ഇതിലേക്ക് കുറച്ച് ചിക്കനും കൂടെ ആഡ് ചെയ്തോ, നമുക്ക് ചിക്കൻ കടപ്ലാൻ ചക്ക റോസ്റ്റ് ആക്കി എടുക്കാമെന്ന്. കണ്ടില്ലേ എൻ്റെ കിളി പോയ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. ആദ്യം ചെറിയ ചട്ടിയിലേക്ക് മാറ്റി, അത് കഴിഞ്ഞാണ് എൻ്റെ തലയിൽ ബുദ്ധി ചോദിച്ചത്. പിന്നെ വലിയ ചട്ടിയിലേക്ക് മാറ്റുമായിരുന്നു കേട്ടോ കറി. അങ്ങനെ എന്താണെങ്കിലും അവസാനം കടപ്ലാൻ ചക്ക റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. സംഭവം കിടില്ലായിരുന്നു. അവസാനം ഞാൻ എങ്ങനെയൊക്കെയോ റെഡിയാക്കി എടുത്തു. അങ്ങനെ അവസാനം എൻ്റെ ലഞ്ച് സെറ്റായിട്ടുണ്ട്. മുള്ളങ്കി സാമ്പാറും അതേപോലെ തന്നെ കടപ്ലാൻ ചക്ക റോസ്റ്റും പിന്നെ നമ്മുടെ പപ്പടവും. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഇന്ന് എൻ്റെ മാത്രമല്ല, എൻ്റെ വീട്ടിലെ എല്ലാ ഐറ്റത്തിൻ്റെയും തല തിരിഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അതാ നോക്കിക്കേ, പപ്പടമൊക്കെ വട്ടത്തിൽ വരുന്നതിന് പകരം ത്രികോണത്തിലും സ്ക്വയറിലും ഒക്കെയാണ് കേട്ടോ കിട്ടിയത്. സാമ്പാറൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ ഒരു കടപ്ലാൻ ചക്ക റോസ്റ്റും ഈ ഒരു പപ്പടവും മാത്രം മതിയായിരുന്നു കേട്ടോ ലഞ്ചിന്. അമ്മാതിരി ടേസ്റ്റായിരുന്നു. വെറുതെ എന്നെ കളിയാക്കിക്കൊണ്ടിരുന്ന ഹസ്ബൻഡിന് ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരും എന്ന ഡയലോഗ് അടിച്ചുകൊണ്ടാണ് ഞാൻ ചോറ് വിളമ്പി കൊടുത്തത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഹാപ്പി സൺഡേ.